+2 കഴിഞ്ഞിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഇന്ത്യയിലെ ടോപ്പ് 3 കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളാണ് CMA, CA, CS എന്ന് പറയുന്നത്. അതിൽ തന്നെ CMA എന്ന് പറയുന്നത് നിങ്ങളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. CMA കോഴ്സിനെ 3 ലെവലുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലെ ആദ്യ ലെവൽ എന്ന് പറയുന്നത് മറ്റു പ്രൊഫഷണൽ കോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. എന്താണ് ആ ഫ്ലെക്സിബിലിറ്റി? നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ 2 ആൾട്ടർനേറ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് CMA CAT എഴുതി ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ CMA ഫൗണ്ടേഷൻ എഴുതിയും നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ലെവൽ എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി സെക്കൻഡ് ലെവലായ ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി CMA CAT അഥവാ CMA ഫൗണ്ടേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. CMA CATൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കമ്പനികളൊക്കെ പാലിക്കേണ്ട നിയമങ്ങൾ, അതാണ് ബിസിനസ് ലോ. നമുക്ക് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2, അക്കൗണ്ടിംഗ് തന്നെയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 എന്ന് പറഞ്ഞൊരു സെഷൻ പഠിക്കാനുണ്ട്. ദെൻ അടുത്ത ഏരിയയാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് അഥവാ ടാക്സ്. നമ്മളെ നാട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടാക്സുകളുമാണ് നമ്മൾ CATൽ പഠിക്കുന്നത്. 4 സബ്ജക്റ്റുകളാണെങ്കിലും 2 എക്സാം ആയിട്ടാണ് നടക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1ഉം ലോയും കൂടെ ഒരു എക്സാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 2ാമത്തെ എക്സാം. അങ്ങനെ ആയിരിക്കും CAT നമുക്ക് പോകുന്നത്. ഇനി CMA ഫൗണ്ടേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് 4 പേപ്പറുകളാണ് എഴുതാനുള്ളത്. ആ 4ഉം സെപ്പറേറ്റ് എക്സാംസ് തന്നെ ആയിരിക്കും. ഏതൊക്കെയാണ് ആ 4 പേപ്പേഴ്സ്? 1 ബിസിനസ് ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ പഠിക്കാനുണ്ട്. 2 ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതായത് നമ്മൾ അക്കൗണ്ടിങ് തന്നെ അത് പഠിക്കാനുണ്ട്. മൂന്നാമതായിട്ട് വൺ ഓഫ് ദ മെയിൻ പേപ്പറാണ് ഇത് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ലെ, എല്ലാവരുടെയും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. പലർക്കും മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട് പഠിക്കാവുന്ന ഒരു ഏരിയയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. 4ാമതായിട്ട് എക്കണോമിക്സ്. അങ്ങനെ 4 പേപ്പറുകളാണ് CMA ഫൗണ്ടേഷനിൽ നമുക്കുള്ളത്. CMA ഫൗണ്ടേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ CMA CATൻ്റെ പാസ് പെർസെൻറ്റേജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് അഥവാ സെക്കൻഡ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ബെറ്റർ ചോയ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് CMA CAT ആണ്. കൂടാതെ ഒരു കാര്യം കൂടെ പറയാം, മാത്തമാറ്റിക്സ് അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ളവർക്കും ഈ സബ്ജക്റ്റ് പഠിക്കാതെ സെക്കൻഡ് ലെവലിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത് CMA CAT ആണ്. ദെൻ പലർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മളുടെ ഫൗണ്ടേഷനിലെ മാത്സും എക്കണോമിക്സും ഒക്കെ ഇൻ്റർമീഡിയറ്റിലും ഫൈനലിലേക്കും വരുമോ എന്നുള്ളത്. ഒരിക്കലും പേടിക്കേണ്ട. CMA ഫൗണ്ടേഷനിൽ മാത്രമേ നമുക്ക് മാത്സും എക്കണോമിക്സും പഠിക്കാനുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഫൈനലിൽ ഇത് പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ CATൽ നമ്മൾ പഠിക്കുന്ന ടാക്സ് ഒക്കെ നമുക്ക് ഇൻ്റർമീഡിയറ്റിലും ഫൈനലിലേക്കും ഒരുപാട് ഉപകാരം ചെയ്യും. സോ നമ്മൾ CMA ഫസ്റ്റ് ലെവലിലെ 2 ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. സോ ദ ചോയ്സ് ഇസ് യുവേഴ്സ്, ചൂസ് വൈസ്ലി.